എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ തമ്പനയിൽ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി. അതായത് മോണിറ്റൈസേഷൻ കട്ടായി എന്ന് പറയുമ്പോൾ മോണിറ്റൈസേഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വന്ന റിസൾട്ട് എങ്ങനെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്കിപ്പോൾ ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ റീയൂസ്ഡ് കണ്ടന്റ് യൂസ് ചെയ്തു. അതായത് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഷോർട്സിലൊരു റിയാക്ഷൻ വീഡിയോ, ക്രിക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത കണ്ടന്റ് അത് റീയൂസ്ഡ് കണ്ടന്റ്. അങ്ങനെ ഒരു കണ്ടന്റ് ക്രിക്കറ്റിന് വേണ്ടി ഞാൻ ഒരു ഷോർട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനത് റിയാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടന്റ് ഉള്ളത് കാരണം എൻ്റെ മൊത്തം യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ പറ്റിഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ടിപ്പാണ്, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ റീയൂസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് യൂസ് ചെയ്യരുത്. കാരണം യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ മോണിറ്റൈസേഷൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിനെയും മോണിറ്റൈസേഷനെയും ബാധിക്കും. അതായത് പ്രത്യേകം എടുത്തു പറയാം, കാരണം യൂട്യൂബ് ചാനലിൽ ഏൺ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാത്ത ആൾക്കാർക്കല്ല. ചില ആൾക്കാർ വീഡിയോ ചെയ്യും, ഇപ്പം എങ്ങനെ എടുത്ത വീഡിയോ ആണെങ്കിലും ചെയ്യും. അങ്ങനത്തെ ആൾക്കാർക്ക് എനിക്കറിയില്ല, കാരണം മറ്റുള്ള വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടിരുന്ന ആൾക്കാരുണ്ട്. ഞാൻ സ്പെഷ്യലി നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് മാത്രം ഇടുക. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾ ഇതിനു വേണ്ടിയോ റിയാക്ഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് മാത്രം നിങ്ങൾ ഇടുക. മോണിറ്റൈസ് ആവുന്നത് വരെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ മോണിറ്റൈസേഷന് വേണ്ടി കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ്റെ ആ ഒരു റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവും. മറ്റുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. ഏകദേശം 2 വർഷത്തോളം ഞാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ പിന്നാലെ കുറേ വീഡിയോ ചെയ്ത് നിർത്തും. പക്ഷെ ഞാൻ ഒരുപാട് സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇതൊന്നും എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആണല്ലോ അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇതിൽ കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമായി. എന്നാലും നമ്മൾ എന്താ പറയുക, വീണ്ടും നമ്മളെ പാഷൻ. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാ വീഡിയോസും കാണുക. അപ്പോൾ വീണ്ടും ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.